നായകളെയൊക്കെ നിയമവിരുദ്ധമായി ടോക്സിൻസ് കുത്തിവെച്ച് ബ്രീഡൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും ഒരു നായ രക്ഷപ്പെട്ടു വരുന്നു. അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ആഹാരം കിട്ടാതെയും വിശന്നും ആ നായ കുറെ അലഞ്ഞു നടക്കുന്നു. അങ്ങനെ ആ നായ ധർമ്മൻ എന്നൊരാളെ ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങുന്നു. ചെറുപ്പത്തിൽ തന്നെ അമ്മയും അച്ഛനും അനിയത്തിയും ഒരു കാർ ആക്സിഡന്റിൽ മരിച്ച അനാഥനായ ഒരാളാണ് ധർമ്മൻ. ഈ ലോകത്ത് അവനായി ആരും തന്നെ ഇല്ല. എല്ലാ ദിവസവും അവനൊരു കടയിൽ നിന്ന് 2 ഇഡലി വാങ്ങുകയും ആ കടയിലെ അമ്മൂമ്മയാകട്ടെ 3 ഇഡലി കൊടുക്കുകയും ചെയ്യാറുണ്ട്. 2 ഇഡലി കഴിച്ചിട്ട് ഒരെണ്ണം അവൻ കളയുമായിരുന്നു. ഇതാ നായ കാണുന്നുണ്ട്. കളഞ്ഞിട്ട് പോകുന്ന ഇഡലി ഈ നായ കഴിക്കും. അതുകൊണ്ട് തന്നെ ആ നായ എപ്പോഴും ധർമ്മന്റെ വീടിനടുത്താണ് ഉണ്ടാവാറ്. അങ്ങനെ ഒരു ദിവസം ആ നായയ്ക്ക് ഒരു പരിക്ക് പറ്റുകയും ധർമ്മൻ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ആ നായയെ അഡോപ്റ്റ് ചെയ്യാൻ ആള് വരുന്നത് വരെ അതിനെ കൂടെ താമസിപ്പിക്കാൻ ഡോക്ടർ ധർമ്മനോട് ആവശ്യപ്പെടുന്നു. മനസ്സിലോടെ ധർമ്മൻ അത് ചെയ്യുന്നുണ്ട്. അവന്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിലേക്ക് ആ നായയും വരുന്നു. അത് കാരണം അവന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വളരുംതോറും ആ നായ കൂടുതൽ കുസൃതികൾ കാണിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം നായയെ വഴക്ക് പറയുന്നതിനിടയിൽ പെട്ടെന്ന് വയ്യാതായി അവൻ നിലത്തേക്ക് വീഴുന്നു. ആ നായ ആകട്ടെ ധർമ്മന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ആംബുലൻസിൽ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും ആ നായ ആംബുലൻസിന് പുറകെ ഓടി വന്ന് അവന് വേണ്ടി ഹോസ്പിറ്റൽ വരാന്തയിൽ കാത്തിരിക്കുന്നു. തനിക്ക് വേണ്ടിയും കാത്തിരിക്കാൻ ഒരാൾ ഉണ്ടെന്നറിയുന്ന ധർമ്മൻ പിന്നീട് അങ്ങോട്ട് ആ നായയെ നന്നായി നോക്കാൻ തുടങ്ങുന്നു. അവൻ അതിന് ചാർലി എന്ന് പേരിടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ വീട്ടിലേക്ക് വരുമ്പോൾ ചാർലി അനങ്ങാതെ കിടക്കുന്നു. വായിൽ നിന്ന് നുരയും പതയും വരുന്ന കാണുന്ന അവനാകട്ടെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാണ് ചാർലിക്ക് ക്യാൻസർ ആണെന്നും വളരെ കുറച്ചു നാളുകൾ മാത്രമേ അവൾ ജീവിച്ചിരിക്കൂ എന്നും പറയുന്നത്. ഇത് കേൾക്കുന്ന ധർമ്മനാകട്ടെ തകർന്നു പോകുന്നു. ചാർലി എപ്പോഴും ടിവിയിൽ മഞ്ഞ് കാണുമ്പോൾ തുള്ളിച്ചാടുമായിരുന്നു. മഞ്ഞ് അവൾക്ക് വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ ധർമ്മനാകട്ടെ ചാർലിയെ മഞ്ഞ് കാണിക്കാനായി ഹിമാചൽ പ്രദേശിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ അപ്പോഴാണ് ചാർലി രക്ഷപ്പെട്ടു വന്ന സ്ഥലത്തെക്കുറിച്ച് ധർമ്മൻ അറിയുന്നത്. ചാർലിക്ക് ഈ അവസ്ഥ വരാൻ കാരണം അവിടെ വെച്ചുണ്ടായ ടോക്സിൻ മൂലമാണെന്ന് ഡോക്ടർ അവനോട് പറയുന്നുണ്ട്. ചാർലിയെ പോലെ ഒരുപാട് നായകൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ധർമ്മനാകട്ടെ അവിടെ ചെന്ന് അയാളെ അടിച്ചിട്ട് ആ നായകളെ രക്ഷിക്കുന്നു. പിന്നീട് ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം അവൻ ചാർലിയെ മഞ്ഞ് കാണിക്കുന്നു. അടുത്ത ദിവസം രാവിലെ അവൻ എണീറ്റ് നോക്കുമ്പോൾ ചാർലിയെ കാണുന്നില്ല. അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ മഞ്ഞുമലയിൽ ചാർലി അവനെയും കാത്തിരിക്കുന്നു. അവൻ അവിടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരങ്ങൾക്ക് ശേഷം തന്നെ ചാർലി മരിക്കുന്നു. താൻ വീണ്ടും ഒറ്റയ്ക്കായെന്നോർത്ത് സങ്കടപ്പെടുമ്പോഴാണ് അകത്ത് നിന്ന് അവനൊരു കരച്ചിൽ കേൾക്കുന്നത്. അത് ചാർലിയുടെ കുഞ്ഞായിരുന്നു. പിന്നീട് ധർമ്മൻ ആ കുഞ്ഞിനെ വളർത്തുകയും നായകൾക്ക് വേണ്ടിയുള്ള ഒരു റെസ്ക്യൂ സെന്റർ ചാർലിയുടെ പേരിൽ തുടങ്ങുകയും ചെയ്യുന്നു.